ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പേരുക്കാരി വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നേ ഞാനാണെങ്കിൽ ഒരു റേഷനരി വെച്ചിട്ടേ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണേ. വെജിറ്റബിൾ ബിരിയാണി കേട്ടോ. അപ്പോൾ അത് അരി വെന്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് വീഡിയോ എടുത്തില്ലെന്ന്. അതുകൊണ്ട് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വെച്ച് കേട്ടോ. കുറച്ച് വെജിറ്റബിൾ ഞാൻ അതിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് വേവിച്ചപ്പോഴേ ഞാൻ അതിനകത്ത് പട്ടയും ഗ്രാമ്പും ഏലക്കയൊക്കെ ഇട്ട് ഉപ്പും ഇട്ടാണ് വേവിച്ച് മുക്കാൽ വേവിൽ ഊറ്റി വെച്ചേക്കേ. ഇനി ഇതിനകത്ത് ചേർക്കുന്ന വെജിറ്റബിൾ എന്ന് പറയുന്നത് സവാള അരിഞ്ഞത്, പിന്നെ ചുമന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ക്യാരറ്റ്, ബീൻസ്. പിന്നെ ഇതിനകത്താണെങ്കിൽ ഉരുളക്കിഴങ്ങും തക്കാളിയും പച്ചമുളക് ചതച്ചത്. എരിവിന് നമ്മൾ പച്ചമുളകാണ് ചേർക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളിതിനകത്ത് ഈ വെജിറ്റബിൾ വാട്ടുമ്പോഴേ നമ്മൾ കുറച്ച് സ്പൈസസ് കൂടെ ചേർക്കുമേ. പിന്നെ പട്ട, പിന്നെ തക്കോലം ഒരു കഷ്ണം, രണ്ട് പൊടി ഇതൾ പോലിരിക്കുന്ന 2 തക്കോലം, 3 ഗ്രാമ്പു, 3-4 ഏലയ്ക്ക, ഇത്രയും ചേർക്ക്. പിന്നെ പൊടികളായിട്ട് മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ മുളക് പൊടി ചേർക്കത്തില്ല. സ്പൈസസും പട്ടയും ഗ്രാമ്പും തക്കോലവും ഏലക്കയും മാത്രമാണ് ചേർക്കുന്നത്. പിന്നെ കുരുമുളക് പൊടി ചേർക്കുമേ. പക്ഷേ എൻ്റെ ഈ കുരുമുളക് പൊടി ഇല്ല, ഇനി അതൊന്ന് ചതച്ചാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് അന്നേരം ചതയ്ക്കാൻ നേരം ഞാൻ കാണിക്കാം. പിന്നെ ഒരു അടി കട്ടിയുള്ള പാത്രം എടുക്കണം. അത് എൻ്റെ കയ്യിൽ ഞാൻ വിചാരിച്ച് കുക്കറിനകത്തങ്ങ് വെക്കാമെന്ന്. അതാകുമ്പം ഒരു 4 അരിയേ ഉള്ളൂ, അപ്പോൾ അതിൽ കൊള്ളും. അത് കാരണം അതിനകത്തങ്ങ് വെക്കാമെന്ന് വെച്ചതേ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യുമാണ് യൂസ് ചെയ്യുന്നത് ഞാൻ. ഇത് ചൂടായി കഴിയുമ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പട്ടയും ഗ്രാമ്പും തക്കോലവും ഏലക്കയും ഇട്ട് കൊടുക്കണം. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന സവാളയും ചുമന്നുള്ളിയാണ് അത് നന്നായിട്ടൊന്ന് വാടണേ. നല്ലപോലെ വാടണം. നല്ലപോലെ വാടാൻ വേണ്ടി അതിന് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടേ. ഒരു നന്നായിട്ട് ഒന്ന് വാടി വരുമ്പം നമുക്ക് നന്നായിട്ട് വാടണേ. ഇത് നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും അതും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് വഴറ്റണമെന്ന് വെച്ചാൽ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും സവാളയും ആണെങ്കിൽ നല്ലൊരു ചുമന്ന നിറത്തിലാവണം. അത്രയും നേരം നമ്മൾ വഴറ്റി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ എന്തെന്ന് പറയുക, കുക്കറിൻ്റെ അടപ്പ് വെച്ച് എന്നിട്ട് ചെറിയ സിമ്മിലിട്ട് ഞാൻ അത് അടച്ച് വെച്ച്. അപ്പോഴത്തേക്ക് നമുക്കേ ഈ ഇതിനകത്ത് ചേർക്കാനുള്ള അണ്ടിപ്പരിപ്പും പിന്നെ സവാളയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മൂപ്പിച്ച് വെക്കാം കേട്ടോ. അന്നേരം അതിന് ഞാൻ കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നത് കേട്ടോ. അത് മൂപ്പിക്കാൻ വേണ്ടി. അണ്ടിപ്പരിപ്പും എൻ്റെ ഈ മുന്തിരിങ്ങയില്ല കേട്ടോ, അണ്ടിപ്പരിപ്പ് മാത്രമേ ഉള്ളൂ. അത് വെച്ച് ഉള്ളതുകൊണ്ട് ഓണം പോലെ. അപ്പം ഞാൻ വിചാരിച്ച് അത് ഉള്ളതങ്ങ് വറുത്ത് വെക്കാമെന്ന്. അപ്പം നെയ്യും ഈ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ചൂടാവണേ. ചൂടായി കഴിഞ്ഞിട്ട് അണ്ടിപ്പരിപ്പ് ഞാൻ അണ്ടിപ്പരിപ്പ് മുറിച്ച് ചെറിയ കഷ്ണമായിട്ടാണ് വെച്ചേക്കുന്നത്. അത് മൂത്ത് കഴിയുമ്പം കോരി മാറ്റിയിട്ട് ആ എണ്ണയിൽ തന്നെയാണ് ഞാൻ ഉള്ളി വാട്ടുന്നത്. ഒത്തിരി എണ്ണയൊന്നും ഒഴിച്ച് ഞാൻ ഉള്ളി വാട്ടിയില്ല. ഈ ഒരു സവാളയേ ഉള്ളൂ, ഒരു 4 അരിയല്ല ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. അപ്പം അതിനകത്തിടാൻ വേണ്ടി ഒരു കൊച്ചു സവാളയാണ് ഞാൻ വഴറ്റാൻ എടുക്കുന്നത്. അതുകൊണ്ട് അധികം എണ്ണ ഒഴിക്കാഞ്ഞേ. പിന്നെ ഇത് പെയ്യനെ ഇച്ചിരി എണ്ണ കുറവുണ്ട്, ഞാൻ വെളിച്ചെണ്ണ ഇച്ചിരി ഒന്ന് ഒഴിച്ച് കൊടുത്തു കേട്ടോ. എൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഉള്ളിയും ഇത് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോഴത്തേക്ക് ഉള്ളി വാടിയിട്ടുണ്ട്, മൂത്തിട്ടുണ്ട്. എണ്ണയും അധികം ഉണ്ട് ഇനിയും. അത് പിന്നെ നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ നേരം ആ എണ്ണയും നെയ്യും നമ്മൾ അതിനകത്തങ്ങ് ഒഴിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് എണ്ണയിട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇത്രയും കൂടെ വേസ്റ്റായി പോകത്തില്ലേ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എണ്ണ എടുത്തത്. ഒരുവിധം ഉള്ളിയെല്ലാം നല്ല ചുവപ്പ് കളറായി. പിന്നെ ഞാൻ വെജിറ്റബിൾ ഇടുന്നത് അങ്ങ് സ്കിപ്പായി പോയി കേട്ടോ. ഞാൻ ഓണാക്കാൻ മറന്നുപോയി. അതിനകത്ത് ഞാൻ എല്ലാ വെജിറ്റബിളും ഇട്ട് കേട്ടോ. തക്കാളി ഒഴിച്ച് ബാക്കി എല്ലാം ഇട്ട്. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, പിന്നെ ബീൻസ്, പച്ചമുളക്, ഇത് ഇത്രയും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒന്ന് നന്നായിട്ട് വാടി വരട്ടെ. ഞാൻ അതിൻ്റെ അടപ്പ് വെച്ചൊന്ന് മൂടി വെച്ചിട്ടുണ്ട്, ഒന്ന് വെന്ത് വരാൻ വേണ്ടി. ഉരുളക്കിഴങ്ങൊക്കെ വേവണ്ടേ. അപ്പോഴത്തേക്ക് നമ്മൾ പൊടി എടുത്ത് വെക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ
ടീസ്പൂൺ കൊച്ചു സ്പൂൺ ഉണ്ടല്ലോ അതിന് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ മസാലപ്പൊടിയാണേ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. അതിൻ്റെ കൂടെ ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങും അതൊക്കെ ഒന്ന് പകുതി വേവാകുമ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചേക്കണം. അപ്പം ആ ചെറിയ തീയിരുന്ന് അതൊന്ന് വെന്തോലും. പിന്നെ എൻ്റെ ഈ കുരുമുളക് പൊടിയില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇച്ചിരി കുരുമുളക് ചതച്ചങ്ങിടാന്ന്. അത് മിക്സിക്കകത്തിട്ട് മിക്സിയുടെ ജാറ് നനഞ്ഞിരിക്കുന്ന കാരണം അതിട്ട് പൊടിക്കാൻ പറ്റുന്നില്ല. അത് കാരണം ഞാൻ വിചാരിച്ച് കല്ലിലിട്ട് പൊടിച്ചങ്ങെടുക്കാമെന്ന്. കുറച്ചല്ല ഉള്ളു. അപ്പം അതും കൂടെ ഈ നമ്മുടെ പൊടിക്കകത്തങ്ങ് ചേർക്കണേ. ഇനി നമുക്ക് ഇപ്പം അത് വെജിറ്റബിളെല്ലാം വെന്തിട്ടുണ്ട്. നമുക്ക് ഈ പൊടികളെല്ലാം ഇനി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി ഇളക്കി കൊടുക്കണേ. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം, ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്, പച്ചവെള്ളമല്ലേ, ഒരു 1/2 ഗ്ലാസ് വെള്ളം. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് വെജിറ്റബിളിനകത്ത് പിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഉണങ്ങി കണക്കിരിക്കത്തില്ലേ. ആ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണേ. വെജിറ്റബിളിനകത്ത്, ചോറിനകത്ത് ഞാൻ ഉപ്പിട്ടാണ് ഊറ്റി വെച്ചേക്കുന്നത്. വെജിറ്റബിളിനകത്തോട് ഉപ്പുണ്ടോയെന്ന് നോക്കണം. ആവശ്യത്തിന് ഉപ്പുമൊക്കെ ഇട്ട് അത് ഇച്ചിരി നേരം കൂടെ ഒന്ന് വേവാൻ വെക്കണം. പിന്നെ ഞാൻ നേരത്തെ ഊറ്റി വെച്ചേക്കുന്ന ചോറുണ്ടല്ലേ, അത് ഇതിൻ്റെ മണ്ടയിലോട്ട് അങ്ങ് സെറ്റ് ചെയ്യണേ കേട്ടോ. സെറ്റ് ചെയ്യണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, ഓൾ ഓപ്ഷൻ ആക്കണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്കും ചെയ്യണം കേട്ടോ. ഇനി നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന ഉള്ളിയും അണ്ടിപ്പരിപ്പുണ്ടല്ലേ, അത് കുറേശ്ശെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് പിന്നെ നമ്മളാണെങ്കിലേ നേരത്തെ മൂപ്പിച്ച എണ്ണയുടെ ബാക്കിയില്ലേ, ആ എണ്ണയും കൂടെ അതിനകത്തോട്ട് കുറച്ച് ഒഴിച്ച് കൊടുക്കണം. പകുതി ഒഴിച്ച് കൊടുക്കണം. എസൻസൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കാം. ബിരിയാണി എസൻസൊക്കെ ഉണ്ടെങ്കിലേ ഇപ്പോൾ ചേർക്കാം. എൻ്റെ കയ്യിലില്ലേ. പിന്നെ പട്ടയും ഗ്രാമ്പും ഏലക്കയും കൂടെ പൊടിച്ച് വെച്ചേക്കുന്നതാണ്. അതിനകത്താണ് ഇച്ചിരി തൂവി കൊടുത്തത്. അതേ കണക്ക് തന്നെ വീണ്ടും ബാക്കി ചോറും കൂടി ഇട്ട് പിന്നെ നിരത്തിയിട്ട് അണ്ടിപ്പരിപ്പും ഉള്ളി മൂപ്പിച്ചതും കൂടി ഇട്ട് ബാക്കി എണ്ണയും ഒഴിച്ച്, ഇപ്പോൾ വെന്തരൊക്കെ ഇടാമേ. മല്ലിയിലയും പുതിനയിലയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇടാം. എൻ്റെ കയ്യിൽ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണേ, ഉള്ളത് വെച്ചിട്ട് വെച്ചതാണേ. പിന്നെ ഞാൻ പട്ടയും ഗ്രാമ്പും ഏലക്കയുടെ പൊടിച്ചതും എണ്ണയും കൂടെ അങ്ങ് ഒഴിച്ച് അത് മൊത്തം അങ്ങ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതങ്ങ് ഒരിച്ചിരി നേരം ആ സിമ്മിൽ തന്നെ ഒരു 6-7 മിനിറ്റും കൂടെ നമുക്കതങ്ങ് വെക്കാം കേട്ടോ. എന്നിട്ടേ ആ സമയത്ത് ഞാൻ സാലഡ് ഉണ്ടാക്കാനുള്ള വെജിറ്റബിളൊക്കെ അങ്ങ് കട്ട് ചെയ്യുകയാണേ. ഒരു ക്യാരറ്റും ഒരു കുക്കുംബറും ഒരു സവാളയുമാണ് എടുത്തത്. അപ്പോൾ എനിക്ക് മോളെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോകണം. ഉച്ചവരെ മോക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഡ്രസ്സ് മാറിയത് ഞാൻ ഇപ്പം കേട്ടോ. അതിനകത്തോട്ട് ഇച്ചിരി ഉപ്പും ഇട്ട് ഇച്ചിരി വിനാഗിരി ഒഴിച്ച് അങ്ങ് ഇളക്കി വെക്കുകയാണേ. ഇനി അന്നേരം പപ്പടവും കൂടെ വറുത്ത് കഴിഞ്ഞാൽ പണി തീരും. എന്നിട്ട് നമ്മൾ അത് ഇളക്കിയെടുക്കണേ. മസാലയും ചോറും എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കണം. അപ്പോൾ പപ്പടോടെ വറുത്ത് കഴിയുമ്പോൾ നമ്മുടെ പണി തീരും. ഈ ചോറ് തിന്നാനേ അച്ചാറില്ല എൻ്റെ കയ്യിൽ കേട്ടോ. ചോറ് തിന്നാനേ പപ്പടവും ഒരു സാലഡ് മാത്രം മതി. നല്ല ടേസ്റ്റുള്ള ബിരിയാണി. റേഷൻ അരിയൊക്കെ നമ്മളാണെങ്കിൽ സാധാരണ ചിലവരൊന്നും കഴിക്കത്തില്ലല്ലേ. ഒരു മുട്ട പുഴുങ്ങിയും കൂടെ വെക്കും കേട്ടോ. ഇങ്ങനെയുണ്ട് ബിരിയാണി. ഇഷ്ടപ്പെട്ടോ? താങ്ക് യു.